സേറ എന്നൊരു പെൺകുട്ടി ജേർണലിസം പഠിക്കാനായി എറണാകുളത്തേക്ക് വരുന്നു. ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി ട്രാൻസ്ജെൻഡേഴ്സ് വുമൺ എന്ന സബ്ജക്ട് തിരഞ്ഞെടുക്കുന്നു. അതിൽ സാക്ഷി എന്ന റിപ്പോർട്ടറുടെ കൊലപാതകം അവളിൽ ഉടക്കി. അത് മരണമോ കൊലപാതകമോ എന്ന് അറിയാനായി അവളിൽ കൗതുകമുണർന്നു. അവൾ ആഴത്തിൽ ചിന്തിച്ചു, അന്വേഷിച്ചിറങ്ങി. ഒടുവിൽ അവൾ കണ്ടെത്തി, അതൊരു സ്വാഭാവിക മരണമല്ല, അതൊരു കൊലപാതകമാണ്. അങ്ങനെയിരിക്കെ അവൾ അതിന്റെ ഘാതകരെയും കണ്ടെത്തി. അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ ട്വിസ്റ്റിലേക്കാണ്. ടു ജാനേവൻ എന്ന വിഷ്ണു പി.കെയുടെ ബുക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ തുടക്കത്തിൽ ശിവാനന്ദൻ സേറയെ അന്വേഷിച്ചു നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സേറയുടെ തിരോധാനവും അവളുടെ ഈ പ്രൊജക്റ്റും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. പ്രൊജക്ട് തെരഞ്ഞെടുപ്പോൾ സേറയ്ക്ക് അറിയില്ലായിരുന്നു താൻ ഒരു ഒളിച്ചോടിയ ഒരു ജീവിതം നയിക്കേണ്ടി വരുമെന്ന്. സാക്ഷിയുടെ കൊലപാതകൾ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന്. ഇന്ദുജ എന്ന ട്രാൻസ്ജെൻഡർ വുമൺ ആണ് സാക്ഷിയെ പഠിപ്പിച്ചതും നല്ല നിലയിൽ എത്തിച്ചതും. എന്നാൽ ഇന്ദുജ ഒരു ദിനത്തിൽ കൊല്ലപ്പെടുന്നു, അസ്വാഭാവികമായി കൊല്ലപ്പെടുന്നു. സാക്ഷി അത് അന്വേഷിക്കുന്നു, തെളിവുകൾ സംഘടിപ്പിക്കുന്നു. അതെല്ലാം മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചിട്ടും അതൊന്നൊരു വാർത്തയാക്കാൻ അവർ തയ്യാറായില്ല. അങ്ങനെ തെളിവുകൾ കൊണ്ടുവന്ന സാക്ഷിയെ പിന്നെ ആരും ജീവനോടെ കണ്ടിട്ടുമില്ല. അങ്ങനെയാണ് സേറയ്ക്ക് സാക്ഷിയുടെ കൊലപാതകത്തിലേക്ക് കൂടുതൽ തെളിവുകൾ കിട്ടുന്നത്. ഒരു പെൻഡ്രൈവും ലാപ്ടോപ്പും. അവസാനം ശിവാനന്ദൻ സേറയെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം. വർഷങ്ങൾക്ക് മുമ്പ് താൻ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിന്റെ മെയിൻ കാരണം ഇന്ദുജയുടെ കൊലപാതകവുമാണെന്നുള്ളത് അവൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. മാഷ് എപ്പോഴും ശിവാനന്ദനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ദുജയുടെ ഒരു കഥ. ഇന്ദുജയുടെ കൊലപാതകൾ തന്നെയാണ് അവളുടെ അച്ഛനും അമ്മയും കൊല ചെയ്യപ്പെടാൻ കാരണം അവളുടെ അച്ഛനും അമ്മയും ഒരു റിപ്പോർട്ടർ ആയിരുന്നു. ഇന്ദുജയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഇന്ദുജയുടെ കൊലപാതകം അവർ നേരിൽ കാണുന്നതും അതിനുശേഷം ഒരു വാഹന അപകടത്തിൽ സേറയുടെ മാതാപിതാക്കൾ മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ കഥ ലിങ്ക് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷം തന്റെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ട അതിന്റെ ഘാതകരായ ആളുകളിലേക്കാണ് സേറയ്ക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല. സാക്ഷിക്ക് സാധ്യമാകാത്തത് അല്ലെങ്കിൽ സാക്ഷി ചെയ്യാൻ തുടക്കമിട്ടത് സേറ പരിപൂർണമായി അവസാനിപ്പിക്കുന്നു. സമൂഹത്തിന് മുമ്പിൽ ഇന്ദുജയുടെ കൊലപാതകം വെളിപ്പെടണം, അതിന്റെ ഘാതകരെ ശിക്ഷിക്കണം എന്ന സാക്ഷിയുടെ ഉറച്ച തീരുമാനം സേറ നടപ്പാക്കി.